നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ കേശവദാസപുരത്തിനടുത്ത് പാണംവിള എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അടുക്കളയുടെ പുറകിൽ വെളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ഷെൽഫിനകത്ത് ഒരു അതിഥി മേളിലത്തെ പറമ്പും ഇതിൻ്റെ ഷീറ്റുമായിട്ട് ഇങ്ങനെ ഒരേപോലെ കിടക്കുകയാണ്. അതിൽ കൂടെ അഴിഞ്ഞു വന്ന തടിയുടെ ഇടയിലേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എലിയൊക്കെ ഇറങ്ങി ഓടിപ്പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. എന്താണ് അതിഥി എന്ന് അവർ കണ്ടില്ല. ഇനി ചേരയാണോ മുറുക്കാണോ എന്നൊന്നും കണ്ടില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അപ്പുറത്ത് വളർത്തുന്ന തത്തയുണ്ട്. തത്തയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാനില്ല. അവിടെ നമുക്ക് ആൾ അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് നോക്കാം. നമ്മുടെ അതിഥി ആരാണെന്ന്. എൻ്റെ ആരുടെ എൻ്റെതാണ്. സുഖമാണോ? ഈ കൊലിച്ച് തരുമോ? ഈ ഉടുപ്പ് തരുമോ? ഉടുപ്പ് 2 ദിവസത്തേക്ക് തരുമോ? ഉടുപ്പ് തരുമോ? ഷേക്കൻ. ആ സൂപ്പർ. എന്താ പേര്? നിജിൻ. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ഓ, ഈ ഡ്രോയ്ക്കകത്തല്ലേ? പോയിട്ടില്ല. ആ സമയത്ത് തൊട്ട് ആളുണ്ട്. ഓ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയല്ലേ? ഓ, ഇത് വലിയ പറമ്പല്ലേ? ചേട്ടാ, ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്തോ? ഇതിനകത്തൊക്കെ വലിയ മാളമുണ്ട്. ഇതിനകത്തൊക്കെ വലിയ രാജവമ്പലൊക്കെ ഇരിക്കല്ലേ? ഇത് മാളമല്ലേ? അതുകൊണ്ട് ഇതിനകത്ത് മതിലിനകത്ത് ഉണ്ട് കേട്ടോ. അവിടെ കൊണ്ട് സൂക്ഷിക്കണം. പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്, കയറി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഹെൽമറ്റ് ഒന്ന് മാറ്റി വെച്ച് ഇതിനെ പതുക്കെ കുറേശ്ശെ പിറകെ താഴോട്ടിടാം. ഈ ഷീറ്റ് വഴി തൂങ്ങി ഇറങ്ങി എന്നാണ് പറയുന്നത്. ഷീറ്റ് വഴി തൂങ്ങി ഇറങ്ങി ചേരയായിരിക്കാണ് സാധ്യത കൂടുതൽ. പിന്നെ ഒരിക്കലും പാമ്പ് അല്ല എന്ന് പറയാനും പറ്റില്ല. വ്യക്തമായിട്ട് കാണാത്തത് കൊണ്ട് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിനകത്ത് കാണുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് നമ്മൾ വരുന്നത് വരെ പുള്ളിക്കാരൻ നോക്കിയിരുന്നു. ഇവിടെ ഇങ്ങനെ തലയിടുന്നുണ്ടായിരുന്നു. അത് ഈ സൈഡിൽ പുള്ളിക്കാരൻ മാത്രമല്ല, 3-4 ഉണ്ടായിരുന്നു. പുള്ളി വീട്ടിൽ എഡിറ്റ് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ പാമ്പിന് പോകാൻ പിന്നെ 1 സെക്കൻഡ് മതിയല്ലേ? അടിപൊളി. ഇതായിരിക്കുന്നത്. ആദ്യമേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. തൂങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അത് ചേര അവനെ സാധ്യമുള്ളൂ. ചേര ഇതായിരിക്കുന്നു. ഒരു കുഞ്ഞു ചേര, അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ ചേര. ആ തല അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇതായിരിക്കുന്നു. ഇതാണ്ടേ കണ്ടാ? മേളിൽ അതിൻ്റെ അടിയിൽ കൂടെ മേളിൽ ഗ്യാപ്പുണ്ടായിരുന്നു. സ്ലാബിൻ്റെ അടിയിൽ കൂടെ നേരെ മേളിൽ കയറി. ഇതാണ്ട. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഒരു കവറിങ് തരാമോ? എന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിച്ചു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. നമ്മുടെ പേരൂർക്കടയ്ക്ക് അടുത്ത് എന്താ പറയുക, നമ്മുടെ മണികണ്ഠേശ്വരത്തിനടുത്ത് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു അതിഥി ഇങ്ങനെ പത്തി കൊടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ചെറിയ സ്റ്റെപ്പിൻ്റെ പുറകിലോട്ട് മാറിയുന്നുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. നമസ്കാരം. അതെന്താ മതിൽ തള്ളിയിടുമോ? രണ്ടും കൂടെ മതിലപ്പുറത്ത് തള്ളിയിടുമോ? ഒന്നത് ബലയിലായിരിക്കുകയാണ്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? സുഖം. എന്തുണ്ട് വിശേഷം? എന്തുണ്ട്? എന്ത് ചെയ്യുന്നു മോൻ? എന്ത് ചെയ്യുന്നു? നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് മോനെ? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ?
അതിനകത്ത് അതിൻ്റെ അടിയിലോ ഈ തുണി ഈ പൈപ്പിൻ്റെയോ ഇവിടെ നിന്ന് പോയിട്ടില്ല ആ സമയത്ത് നിങ്ങളുണ്ടായിരുന്നു അല്ല കണ്ടവരുണ്ടായിരുന്നു ഇവിടുന്ന് ആരും മാറി പോയിട്ടില്ല ഇങ്ങോട്ടൊന്നും പോകാൻ സാധ്യതയില്ല അല്ലേ ഇത് നേരത്തെ അടച്ചായിരുന്നോ ഈ പൈപ്പ് തുണി വെച്ച് അടച്ചു അവിടെയും വേറെ ഹോളൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിലൊരു അതിഥിയെ കണ്ടു അതിനടിയിൽ കയറിയ സമയത്ത് തന്നെ അവർ തുണിയൊക്കെ വെച്ച് അടച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് ഇവരുടെ കാത്തു നിൽക്കുകയാണ് പണ്ടൊക്കെ ഞാൻ മേശിരി പണിക്ക് പോകുമ്പോഴത്തേക്ക് ഈ ബക്കറ്റൊക്കെ എവിടെയെങ്കിലും ഉണ്ട് നുള്ളി പറയ്ക്കുന്നുണ്ട് വീട്ടിൽ തുണി നനയ്ക്കാനും ഒക്കെ വെള്ളം പിടിച്ച് വയ്ക്കാനും പശുവിന് വെള്ളം കൊടുക്കാനൊക്കെ ഇപ്പോൾ അത് ഇഷ്ടം പോലെ ഇപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു സംഭവം ഇതിൻ്റെ അടിയിൽ മൂർക്കനദി ഒരു അടുക്കളയ്ക്കകത്തിരുന്ന് മൂർക്കനദി എടുത്തൊരു എപ്പിസോഡ് നമ്മൾ മറന്നു പോകാൻ നമ്മൾ PTP നല്ല മരുതുംകുഴി പാലത്തിനടുത്തൊരു വീടിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു വിശേഷം മറന്നു പോകരുത് ഓർക്കണം അത് പെട്ടെന്ന് ഗ്യാസൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനെ അതേപടി എടുത്ത് വീടിനകത്തുകൊണ്ട് വയ്ക്കരുത് കുറ്റിയൊക്കെ ചരിച്ച് വെച്ച് നോക്കണം പുള്ളിക്കാരൻ ചിലപ്പോൾ തോളിലൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വരുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അത് പുള്ളിക്കാരൻ അവിടെ പിടിക്കുന്നില്ലായിരിക്കും അതുകൊണ്ട് പുള്ളി അറിയുന്നില്ല അപ്പോൾ ഇതായിരിക്കുന്ന മൂലയ്ക്ക് കാണാന്താ കുഞ്ഞനെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കുഞ്ഞ് കുട്ടനായിരിക്കും എന്നല്ല ഈ വർഷത്തെ ഈ കഴിഞ്ഞ വർഷം ഇണ ചേർന്ന് ആ ഒരു സീസണിൽ മുട്ടയിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളം പ്രായം വരുന്ന ഒരു കുഞ്ഞിനെ നോക്കി എന്ത് സൗന്ദര്യം നോക്കി ഈ സൗന്ദര്യം കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ പൂർവികർ നമ്മുടെയൊക്കെ മുൻ തലമുറ പറഞ്ഞത് സർപ്പമാണ് നാഗമാണെന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുകുട്ടനെ കണ്ടിട്ടാണ് നോക്കൂ കുഞ്ഞുകുട്ടനെ പക്ഷേ ഇത് കുഞ്ഞുകുട്ടനാണെന്ന് വിചാരിച്ച് നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമൊക്കെ വീക്ഷിച്ച് കുറേ ആൾക്കാർക്ക് ഭയമില്ലാതായി പേടിയായിരുന്നു നമ്മൾ കയറി പിടിക്കാറൊന്നുമില്ല അവർ വീട്ടിൽ വരും അതിഥി വരുമ്പോൾ തന്നെ പറഞ്ഞ് ചേരയാണ് പോട്ടെ ഇന്നലെ ഒരു പെരുമ്പാമ്പിനെ കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു പെരുമ്പാമ്പിനെ കണ്ടിട്ട് പോലും ഭയമില്ലാത്ത ആൾക്കാർ പെരുമ്പാമ്പാണ് പോട്ടെ പെരുമ്പാമ്പ് വനമില്ലാത്തതല്ല പെരുമ്പാമ്പ് നായയും പൂച്ചയും കോഴിയൊക്കെ പിടിക്കുന്ന ഒരു സാധനം മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാധനം എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമ്പാമ്പിനെ വരെ പോട്ടെ എന്ന് തീരുമാനിക്കും ഇന്നലെ പുതുക്കുറിച്ചി എന്ന സ്ഥലത്ത് 2 പെരുമ്പാമ്പുകൾ ചൂണ്ടിടാൻ പോയ പിള്ളേർ കണ്ടിട്ട് ഒന്നിനെ പിടികൂടി ചാക്കിൽ വെച്ചിട്ടുണ്ട് ചേട്ടാ ഇത് ഫോട്ടോ ഇട്ടു അപ്പോൾ ഞാൻ പെരുമ്പാമ്പാണെന്ന് അപ്പോൾ ഈ പെരുമ്പാമ്പിനെ വിട്ടേക്കാന്ന് പറയും ഉടനെ എന്നെ അവർ തിരിച്ച് ആറ്റിലേക്ക് തുറന്നു വിട്ടു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മുടെ പ്രോഗ്രാമിന് കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം തന്നെയാണ് അവയർനെസ് ആയിട്ട് തുടങ്ങി വെച്ചത് ആൾക്കാരെ ഭയം മാറ്റാൻ വേണ്ടിയുള്ള ചെയ്ത പ്രോഗ്രാമാണ് എന്തായാലും അത് 100% നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ആശയം നമ്മുടെ ആ ഒരു ചിന്താഗതി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നിട്ട് വളരെ സന്തോഷം ഇത് തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു മുറുക്കാൻ അതുകൊണ്ട് മുമ്പൊക്കെ അപ്പോഴേ വടിയെടുത്തൊന്ന് തള്ളിക്കൊല്ല അല്ലെങ്കിൽ 1 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡീസൽ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പ്രവണത ഇന്ന് ജനങ്ങളെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ യാത്ര 10 വർഷം പിന്നിടുന്ന കൗമുദിയുടെ സ്നേക് മാസ്റ്റർ യാത്രയാണ് ഈ 10 വർഷം കൊണ്ടാണ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക ഇതിങ്ങനെ എണീറ്റ് നിൽക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താൻ മാത്രമാണ് കടിക്കാനല്ല ഒരു കാരണവശാലും പാമ്പുകൾ നടന്നു പോകുമ്പോൾ കാലിൻ്റെ തള്ളവിരലിൻ്റെ മുകളിലുള്ള രോമം നോക്കിയിട്ടല്ല പാമ്പുകൾ കടിക്കുന്നതെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു കാലിൻ്റെ ചൂട് തിരിച്ചറിഞ്ഞിട്ടാണ് കടിക്കുന്നതെന്ന് ഞാൻ ആവർത്തിക്കുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു ഡെത്ത് കൂടുന്നു അതിലുപരി ഒരു പഠന റിപ്പോർട്ടാണ് പാമ്പിൻ്റെ യൂറിനിൽ നിന്ന് ഒരു ഔഷധം കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു അത് ഏകദേശം വിജയിച്ച് വന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഒരു പഠനമാണ് പഠനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും അത് കൃത്യമായിട്ട് വന്നിട്ട് അതിനുശേഷം നമുക്ക് ബാക്കി വിശദീകരണത്തിലേക്ക് പോകാം അപ്പോൾ ഇതിൽ സമയം കളയുന്നില്ല
വലിയ ചാക്കിൻ്റെയോ സഞ്ചിയുടെയോ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം. എനിക്ക് ഓർമ്മയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം, കരമനം, കാലടി ഈ ഭാഗം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഒരുപാട് അതിഥികൾ എനിക്ക് സമ്മാനിച്ച നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഓട്ടർ എന്നറിയപ്പെടുന്ന നീർനായ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കടയിൽ നിന്ന് നമ്മൾ പിടികൂടി എത്തിച്ചതും അത് നമ്മൾ പ്രേക്ഷകർ മറക്കാൻ സാധ്യല്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ അതിഥി ഒരു റൂമിനകത്തൊരു ഷെഡിനകത്തൊരു അതിഥി കയറിപ്പോയെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമസ്കാരം മോനെ, ഇയാളാണ് വിളിച്ചല്ലേ? എന്താ പേര്? റീഹാൻ, മുഹമ്മദ് റീഹാൻ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ മോളെ? എന്തുണ്ട് വിശേഷം? എന്താ മോളിൻ്റെ പേര്? ഇർഫിയ ഫാത്തിമ. എത്ര മക്കൾ പഠിക്കണേ? 5. മോളോ? സിവിൽ എഞ്ചിനീയർ ഫസ്റ്റ് ഇയർ ആണെന്ന്. ഞാനൊരു 7 വരെ പോയുള്ളൂ, അതിനപ്പുറം ഞാൻ പോയതേ ഇല്ല. മോനെ ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞേ? അവിടെ ആൾ കാവലിരിക്കുന്നോ? എനിക്ക് ഏത് ഊഞ്ഞാലാടായിരിക്കുന്നതാണോ പാമ്പിനെ നോക്കാതിരിക്കുന്നതാണോ? ഇപ്പോൾ നമസ്കാരം സാറേ. സുഖമായിരിക്കുന്നല്ലോ. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോയിട്ടില്ല ആ സമയം തൊട്ട് സാർ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളത്? തേങ്ങ കുറച്ചേ ഉള്ളൂ. സാധാരണ എന്നെ ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നത് പാമ്പിനെ പിടിക്കാനല്ലോ, റൂം വൃത്തിയാക്കാനോ, ഉള്ള സാധനങ്ങളെല്ലാം വാരി കൂട്ടിയിട്ടിട്ട് വിളിക്കും. ആ സമയം തൊട്ട് സാർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്ര സാധനമേ ഉള്ളൂ അല്ലേ? നന്ദി പറയുന്നു. കാരണം വെച്ചാൽ സാധാരണ ഒരു ലോഡ് സാധനം ഉണ്ടാവും. ഇന്നലെ മിനിങ്ങാന്നൊക്കെ അങ്ങനെയായിരുന്നു പറക്കിയത്. അയ്യോ, പാമ്പിനെയല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സാധനം ഇതിനകത്തുണ്ട്. ആദ്യം അതിനെ ബഹുമാനിച്ചതിന്, ഇത് ബാത്റൂമാണ്, ബഹുമാനിച്ചതിന് ശേഷം ബാക്കി വരാം. അയ്യോ, തേങ്ങ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. സ്വർണ്ണത്തിൻ്റെ വിലയാണ് സാറേ, നോക്കിക്കണേ. അപ്പോൾ ഇതിനകത്താണ് ഇവർ കണ്ടുവെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഈ തേങ്ങയൊക്കെ ഒന്ന് പറക്കി മാറ്റി. കുറച്ച് തേങ്ങയേ ഉള്ളൂ. കാണുന്നില്ല, കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുള്ളൂ. എന്നാലും പുള്ളി പറഞ്ഞ കണക്കിന് അത്ര വലുതുമല്ല അത്ര ചെറുതുമല്ലെന്നാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇരിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ക്ലോസറ്റാണ്, പക്ഷേ ക്ലോസറ്റിൻ്റെ ആ ഓപ്പണെല്ലാം മൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് പോകാൻ സാധ്യതയില്ല. കയറാൻ സാധ്യതയില്ല. ടൈറ്റായി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സാധ്യതയില്ല, അതും ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും കയറാനായിട്ട് സാധ്യതയില്ല, അതും ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇതായിരിക്കുന്നു വലിയ മുട്ടക്കാട്ട മൂർഖൻ, അല്ല ചേര. ഇതായിരിക്കുന്നു. മാറ്റയാണ് കാണാം. അമ്പട സക്കോ. പുള്ളി സ്പീഡെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചേരയാണെന്ന്. പുള്ളി പറഞ്ഞു സ്പീഡിൽ പോയെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പുള്ളിയോട് പറഞ്ഞു മിക്കവാറും ചേരയായിരിക്കും. അല്ല, ചേരല്ല, മൂർഖനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുള്ളി കണ്ടത് കറക്റ്റായി. നമുക്കിവിടെ കാണാം. അതായിരിക്കുന്നു അവിടെ നിന്ന് എഴിഞ്ഞു വന്ന് ഈ മൂലയ്ക്കൊന്ന് പാത്തിരിക്കുന്നു. കണ്ടോ, മഞ്ഞയും കറുപ്പും കറക്റ്റായില്ലേ? ചേര, മഞ്ഞയും കറുപ്പും ചേര. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞ സാധനം പുള്ളി മിക്കവാറും ചേരയായിരിക്കും. എന്തായാലും രണ്ടായാലും അവർക്ക് പേടിയാണ്. ചെറിയ എണീറ്റിരിക്കുന്നുണ്ടോ? ഇങ്ങനെ എണീറ്റിരിക്കുമ്പോൾ അവരെന്തായാലും പേടിച്ചു. കൊണ്ടോ, ചെറിയ ചേര, ഏകദേശം ഒരു 3 വയസ്സോളം പ്രായം വരുന്ന പെൺചേരയാണ്. നന്നായിട്ട് കടിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ചേരയുടെ തലതാ
ചെറിയ തല, കണ്ണ് തള്ളിയിരിക്കുന്നു, നാവ് എപ്പോഴും നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നൊരു പ്രത്യേകത. മഞ്ഞ, വൈൻ്റെ അടിയിൽ മഞ്ഞ ഉള്ളത് മാത്രമല്ല ചേര, പടം പൊഴിക്കാനാകുമ്പോൾ നല്ല വെള്ള കളറുണ്ടാവും. അത് മാത്രമല്ല നോക്കിയാൽ നന്നായിട്ട് കടിച്ചു പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചേര കടിച്ചു ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. വാലിൻ്റെ ഈ കളർ മാത്രം നോക്കിയാൽ ഏത് ചേരയ്ക്കും വാലിൻ്റെ പുറകിൽ കറുത്ത ഒരു ഷെയ്ഡ് ഉണ്ടാവും. പെൺകുട്ടികൾ കൊച്ചു മക്കൾക്ക് പിരിയം വരയ്ക്കുമ്പോൾ എങ്ങനത്തെ ഈ ഡൈസ് ഡിസൈൻ പടം പൊഴിക്കുമ്പോൾ വീടിനകത്ത് പടം പൊഴിക്കുമ്പോൾ ഈ പറമ്പിലൊക്കെ പടം പൊഴിക്കുമ്പോൾ ഈ ഡൈസ് ഡിസൈൻ വരുന്നത് ചേരയാണ്. കണ്ണ് കണ്ടോ, കണ്ണ് എപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കും. ഇപ്പോൾ കാണുന്നത് വെച്ചാൽ കൊച്ചു മൂർഖൻ ചേരപ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇത് ശംഖുവരയനാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവങ്ങളിലേക്ക് പോകുന്നത്. കാരണം ഈ അടുത്ത കാലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഈ അടുത്ത 4-5 ദിവസങ്ങൾക്ക് മുന്നേ ചേരയുടെ കുഞ്ഞിൻ്റെ കടി കിട്ടിയതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മാരകമായ വനമുള്ള ശംഖുവരയനാണെന്നും പറഞ്ഞ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി ഒരു കൊച്ചു 13 വയസ്സുള്ള ചെറുപ്പക്കാരനും കുട്ടിക്കും പാമ്പടിയേറ്റ് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പേരിയട്ടർ ഹോസ്പിറ്റലാണ്, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, പേരിയട്ടർ ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രക്കിടയിലെ 3 അതിഥികൾ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു അതിഥി, രണ്ടാമത്തെ അതിഥി, ഇത് 3ാമത്തെ അതിഥിയാണ്. ഇത് കഴക്കൂട്ടത്തിൽ കൂടിയിട്ട് 3ാമത്തെ അതിഥിയാണ്. അപ്പം ചേര അതിഥിയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ യാത്രക്കിടയിൽ കിട്ടിയ 3 അതിഥികളുടെയും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സാറേ കീസിങ്ങേരാമോ? അപ്പോൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തിനെ കവറിലാക്കുകയാണ്. കാരണം ഇതിന് സാധാരണ ഇപ്പോൾ ചേര അറിയാമല്ലോ, ചേര നമ്മുടെ ദേശീയ ഉരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചേര. നമ്മുടെ യാത്രയുടെ ഇന്നത്തെ ഈ 3 അതിഥികളെ പിടിയുള്ള വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെയും നന്ദി, നമസ്തേ.